ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസത്തിലേക്കാണ്. ഒരു സ്പെഷ്യൽ ഡേ. ഇവിടെ എത്തിയപ്പോൾ തൊട്ട് വെയിറ്റ് ചെയ്ത ദിവസം. ഫോണിൽ സൂം ചെയ്തിട്ടും അല്ലാതെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്കായിരുന്നു പോകുന്നത്. പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താന്ന് അവിടെ എത്തണ വരെ എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞ് കാണാൻ പറ്റുന്നത് മാത്രം എനിക്ക് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതോ ഒരു മല ഷിംബുലാക്കിലെ ടോപ്പിലേക്കാണ്. ഷിംബുലാക്ക് കസാക്കിസ്ഥാനിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കീ റിസോർട്ടാണിത്. 3 ലെവലിലായിട്ടുള്ള കേബിൾ കാർ റൈഡാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നല്ല അടിപൊളി വ്യൂസൊക്കെ കണ്ടിട്ട് നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റും. അടിപൊളി വ്യൂസ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പോലെ മാജിക്കൽ വ്യൂസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം. കേബിൾ കാറും അതിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂസ് ഒക്കെ അടിപൊളിയായിരുന്നെങ്കിലും താഴെ എത്താൻ ഞാൻ ഒട്ടും ക്ഷമയില്ലാതെ ഇരിക്കുമായിരുന്നു. താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ എങ്ങോട്ട് നോക്കിയാലും മഞ്ഞുമലകളും പിന്നെ എന്താ ചെയ്യാന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ശരിക്കും സ്വപ്നത്തിലാണോ ഞാൻ, അത് റിയൽ ആയിട്ടാണോ ഇതൊക്കെ നടക്കുന്നതെന്നുള്ളൊരു അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നേ. 1 2 3 ഗോ. ഗ്ലൗസ് എടുക്കാൻ മറന്നിട്ടായിരുന്നു ഞാൻ ചെന്നത്. ആദ്യമൊക്കെ നല്ല രസമുണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം തണുത്തിട്ട് കൈ വേദനിക്കാൻ തുടങ്ങി. കാണാനൊക്കെ നല്ല രസമാണെങ്കിലും കുറേ നേരം മഞ്ഞ് കളിക്കുക, അവിടെ കുറേ നേരം നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സിമ്പിൾ ടാസ്ക് അല്ല എന്ന് എനിക്കന്ന് മനസ്സിലായി. എൻ്റെ മനസ്സിൽ ഒരു ഏജവാനി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് അബൌട്ട് ദി കമ്പനി എന്ന് കേട്ടിട്ടില്ല. അതിവിടെ ഭയങ്കര കറക്റ്റ് ആയിരുന്നു. അത്ര അടിപൊളിയായിരുന്നു എല്ലാവരും കേട്ടോ. ഒരു പകുതി ദിവസത്തോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നേ. തിരിച്ചിറങ്ങുമ്പോൾ പോയ പോലെ ആയിരുന്നില്ല, എല്ലാവരും കുറച്ച് സൈലന്റ് ഒക്കെ ആയിരുന്നു. ഫുഡ് കൂടെ കഴിച്ച് കസാക്കിനോട് ബൈ പറയണം. അവസാനത്തെ യാത്ര പറയുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നി. ഇനി നേരെ എയർപോർട്ടിലേക്കാണ്. ഇതെൻ്റെ ആദ്യത്തെ ട്രിപ്പായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതിലും എന്തോ ഒരു വലിയ കാര്യങ്ങൾ കിട്ടിയതുപോലെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ റീസൺ ഉറപ്പായിട്ടും കൂടെ ഉണ്ടായിരുന്നവരും ഞാൻ അവിടുന്ന് പരിചയപ്പെട്ട ട്രാവലേഴ്സും പിന്നെ അവിടുത്തെ ആളുകളും അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. അങ്ങനെ ഈ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്. ബൈ ബൈ.